ലോകകപ്പ് കഴിഞ്ഞു. ഇനി ക്ലബ് ഫുട്ബോൾ തുടങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ട്രാൻസ്ഫറൊക്കെ നടക്കുമ്പോഴും പ്രധാന ചർച്ച ബാലൻ ആര് കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം ഒരു ലോകകപ്പ് വർഷത്തിൽ ലോകകപ്പിനാണ് എല്ലാവരും പ്രഥമ ഫോക്കസ് കൊടുക്കുക. എന്നിരുന്നാൽ കൂടി ബാക്കി താരങ്ങളൊക്കെ ലോകകപ്പ് നേടാത്ത കുറേ താരങ്ങൾ ക്ലബ്ബിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹാരി കെയ്ൻ ആയാലും ഒലീസിയൊക്കെ ആയാലും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വോട്ടിംഗ് സിസ്റ്റം എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ്. കാരണം മുമ്പ് ഫിഫയും ഫ്രഞ്ച് മാഗസിനും ഒരുമിച്ച് നടത്തി. പിന്നീട് അത് അവർ ഒറ്റക്കൊറ്റക്കായി. അപ്പോൾ ഇതിൻ്റെ ഒരു വോട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണ്? എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ? ബാലൻഡിയോറിൽ ഒരാളെ പരിഗണിക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ്? അത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഫിഫ റാങ്കിൽ ആദ്യത്തെ 100 റാങ്കിലുള്ള രാജ്യങ്ങളിലെ മാധ്യമപ്രവർത്തകരാണ് വോട്ട് ചെയ്യുന്നത്. ബാലൻഡിയോർ ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യക്ക് 100 റാങ്കിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ദിമൻ സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിലെ ആള് 7-8 വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. മുമ്പ് 94 ഉള്ള സമയത്തേക്ക് റാങ്ക് അതുകൊണ്ടാലും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ 100 എന്നുള്ളൊരു പരിധി എടുത്ത് വെച്ചാന്ന് തോന്നുന്നു. അതിൻ്റെ ഇടക്കാലത്ത് 170 വരെയുള്ള രാജ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ പോകുന്ന പിന്നെ മാധ്യമപ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്തും. അതായത് ഒരാൾക്ക് 10 വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മുൻഗണനയാണ്. അതായത് ഒന്നാമത്തെ വോട്ട് ചെയ്യുന്നതിന് ഇത്ര പോയിന്റ്, രണ്ടാമത്തെ ഇങ്ങനെ കുറയും. അങ്ങനെ 10 വരെ രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ടാലി കൂട്ടും. അതായത് ഒന്നാം സ്ഥാനത്ത് കൂടുതൽ പേര് ഒന്നാം സ്ഥാനം ഒപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് തന്നെ കിട്ടണമെന്നില്ല. കാരണം ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്ന് പോയിന്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനാണ് അത് ടോട്ടൽ. പിന്നെ ഇതിൽ എല്ലാവരും പറയുന്നത് ഇതിൽ സ്വാധീനം ഉണ്ടായിക്കൂടെ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇതുവരേക്കും ഒരു തെളിവൊന്നുമില്ല. കാരണം 100 വ്യത്യസ്ത കൺട്രീസിലെ മാധ്യമപ്രവർത്തകരെയൊന്നും നമുക്ക് ഒരുമിച്ച് സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. എത്രയെന്ന് വെച്ചാൽ സ്വാധീനിക്കാം. പക്ഷേ ചെറിയ ചെറിയ PR വർക്കുകളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡിനെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് മീഡിയാസ് എടുത്ത് നോക്കിയാൽ ബ്രിട്ടീഷ് മീഡിയാസിൻ്റെ അധിക ലിസ്റ്റിലും ഹാരി കെയ്നാണ് നമ്പർ 1. നമ്മളിപ്പോൾ ഇന്ന് തന്നെ സ്കൈ സ്പോർട്സ് നോക്കിയാലും BBC നോക്കിയാലൊക്കെ അവർ ഹാരി കെയ്നാണ് ഏറ്റവും പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ കൺട്രീൻ്റെ പ്ലെയറാണ്. അങ്ങനത്തെ സ്വാധീനങ്ങളുണ്ടാവും. പിന്നെ ചിലരുടെ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ റോഡ്രി വിനീഷ്യസ് വന്നല്ലോ ഒരു വോട്ടെടുപ്പിൽ. അപ്പോൾ അന്ന് ആഫ്രിക്കൻ കൺട്രീസിൽ കൂടുതൽ പേരും വിനീഷ്യസാണ്. കുറച്ച് പേര് റോഡ്രിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിനീഷ്യസിനാണ് മുൻതൂക്കം. കാരണം ഒരു ബ്ലാക്ക് അവരുടെ ഒരു ഇതുണ്ടാവില്ല. ആഫ്രിക്കയിലെ ഒരു ബ്ലാക്കിനോട് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ചില സ്വാധീനം ഉണ്ടാവും. പിന്നെ വോട്ടിങ്ങിലും ചിലപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും സത്യസന്ധമായിട്ട് തന്നെ വോട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ 1-2 പ്രാവശ്യം അംഗീകാരമില്ലാത്ത പത്രങ്ങളിൽ പോയിട്ട് ജേർണലിസ്റ്റുകൾ വോട്ട് ചെയ്തിട്ട് അവരെ പുറത്താക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ മുമ്പ് വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ മീഡിയ ആൻഡ് സ്പോർട്സിന് വേണ്ടി വോട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് മീഡിയ ആൻഡ് സ്പോർട്സ് ഇല്ലാതാവുകയും ഞാൻ വീണ്ടും പോയി വോട്ട് ചെയ്താൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 വർഷം മുമ്പേ ഒരു അർജൻറ്റീൻ ജേർണലിസ്റ്റ് എന്ത് ചെയ്തു? ആദ്യത്തെ 5 വോട്ട് അർജൻറ്റീനക്കാർക്ക് കൊടുത്തു. ലയണൽ മെസ്സി, എമിലിയാനോ മാർട്ടിനസ്, ലൗതാരോ മാർട്ടിനസ്, യുലിയൻ അൽവാരസ് അങ്ങനെ കൊടുത്തു. അപ്പോൾ അത് പ്രകടമായിട്ട് തന്നെ ഒരു സ്വാധീനമാണല്ലോ. ആദ്യത്തെ 5 വോട്ടും അർജൻറ്റീനക്കാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ അയാളെ പിന്നീട് അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടലി നമുക്കങ്ങനെ വലിയൊരു ആക്ഷേപമൊന്നും പറയാനില്ല. കാരണം ഇതൊരു മാധ്യമപ്രവർത്തകരുടെ വോട്ടിംഗ് ആണ്. പിന്നെ നമ്മൾ ബാലൻഡിയോറിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് എനിക്ക് തോന്നുന്നത് ഇതൊരു കലണ്ടർ വർഷത്തിലായിരുന്നു കൊടുത്തിരുന്നത്. ജനുവരി ടു ഡിസംബർ പെർഫോമൻസ് നോക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫുട്ബോൾ സീസണാണ്. ഒരു ജൂൺ തൊട്ട് അടുത്ത ജൂൺ അങ്ങനെയുള്ള അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആ ഒരു ജൂൺ കലണ്ടറിൽ വേൾഡ് കപ്പും കൂടിയും വരുമ്പോൾ വേൾഡ് കപ്പ് തീർച്ചയായിട്ടും പരിഗണിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മെസ്സിക്ക് കൊടുത്തപ്പോൾ വിവാദങ്ങളുണ്ടായിരുന്നു. കാരണം മെസ്സി ക്ലബ് സീസൺ അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. അവിടെ ഹാളൻഡിനെ പോലെയുള്ള ആളുകൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞൊരു വാദം ഈ ഒരു സൈക്കിളിൽ വരുന്നത് തന്നെയാണ് വേൾഡ് കപ്പ്. അപ്പോൾ ആ സൈക്കിളിൽ ഏറ്റവും വലിയ ഇവൻറ്റ് വേൾഡ് കപ്പ് ആകുമ്പോൾ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഒരു വാദം ഉണ്ടായിരുന്നത്. പിന്നെ അതിന് മുമ്പുള്ളൊരു ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് വേൾഡ് കപ്പ് ജയിച്ചവർ നേടിയിട്ടുണ്ട്, നേടാതിരുന്നവരുണ്ട്. ഇപ്പോൾ 2006 ഫാബിയോ കന്നാവാരയാണ് നേടിയത്. വേൾഡ് കപ്പ് ജയിച്ച ആളായിരുന്നു. പക്ഷേ 10 എല്ലാവരും സാവിക്ക് കൃത്യമായ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മെസ്സിയാണ് വിജയിച്ചത്. 14 അതുപോലെ തന്നെ മെസ്സി തന്നെയാണ് വിജയിച്ചത്. പിന്നെ എങ്കിലും ഭൂരിപക്ഷം തവണയും ഈ ജേതാക്കൾക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. ഒന്നെങ്കിൽ ചാമ്പ്യൻസ് ലീഗ്, അല്ലെങ്കിൽ വേൾഡ് കപ്പ്, അല്ലെങ്കിൽ യൂറോ കപ്പ്. ഇത് 3 അല്ലാതെ കിട്ടുന്നത് വെരി വെരി റയറായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഈ 3 ടൂർണമെൻറ്റ് തന്നെയാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ വോട്ടെടുപ്പിൻ്റെ മാനദണ്ഡത്തിൽ 3 കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്, രണ്ടാമത്തേത് ടീം പെർഫോമൻസ് ആണ്, മൂന്നാമത്തേത് ഫെയർ പ്ലേ, ഗ്രൗണ്ടിന് പുറത്തുള്ള ബിഹേവിയേഴ്സൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് ഇതൊരു ഇൻഡിവിജ്വൽ അവാർഡാണല്ലോ. അപ്പോൾ അതിലേക്ക് ടീം പെർഫോമൻസ് കൂടി നോക്കുമ്പോൾ ഒരു പ്രശ്നം പലപ്പോഴും ഏറ്റവും ഇൻഡിവിജ്വലി അച്ചീവ് ചെയ്ത പ്ലെയറെക്കാളും ടീമിൻ്റെ വിജയത്തിൽ മുൻതൂക്കം ലഭിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതൊരു ശരിക്കും ഭയങ്കര ഡിബേറ്റബിളാണ്. കാരണം ഇപ്പോൾ ഒരു കിരീടം നേടാത്ത ടീമിനൊപ്പം ഒരാൾ അതിഗംഭീരമായ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തി. പക്ഷെ അതിനേക്കാൾ ഇൻഡിവിജ്വലി പെർഫോമൻസ് കുറഞ്ഞെങ്കിലും മറ്റേ ടീം വിജയിച്ചു. അത് ഭയങ്കര ഡിബേറ്റബിളാണ്. ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പ് പോലും ഇപ്പോൾ നമുക്ക് ഗോൾഡൻ ബോളിലൊക്കെ റോഡ്രി മെസ്സി കമ്പാരിസൺ വരുമ്പോഴും പറയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൂടുതൽ മെസ്സി ചോദിക്കുമ്പോൾ റോഡ്രിയുടെ ടീമല്ലേ ജയിച്ചതെന്നുള്ള അതേ ഒരു
പ്രശ്നം എന്തെങ്കിലുമുണ്ട്. പിന്നെ മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മളൊരു 10-20 വർഷത്തെ ചരിത്രം എടുത്താൽ കൂടുതൽ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനാണ് കിട്ടുന്നത്. മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ടും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് റോഡ്രി മാത്രമാണ്, റോഡ്രിയും കന്നാവാരയാണ് ഒരു 20 വർഷത്തിനിടയിൽ ഒരു ഇന്നലെ ഫസി പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ടിൻ്റെ അതെ അറ്റാക്കിംഗ് പകുതി അല്ലാത്ത ഡിഫെൻസീവ് പകുതി ഇവർ രണ്ടുപേരും നേടിയത്. പിന്നെ ഗോൾ കീപ്പർമാരെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ലെവ്യാഷിന് മാത്രമാണെന്ന് തോന്നുന്നു ഈ ബാലൻഡിയോർ നേടിയ ഗോൾ കീപ്പർ. പിന്നെ മുമ്പ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് യൂറോപ്പിലുള്ളവർക്ക് മാത്രം കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ പലരും ബാലൻഡിയോർ എണ്ണുമ്പോൾ മറഡോണക്ക് എന്താ ബാലൻഡിയോർ ഇല്ലേ പെലക്കില്ലേ ചോദിക്കുന്നത്. അപ്പോൾ അന്നത്തെ റൂൾ അങ്ങനെയായിരുന്നു. പിന്നീടാണ് അത് മാറ്റുന്നത്. അങ്ങനെയാണ് ജോർജ് വിയൊക്കെ വിജയിക്കുന്നത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ടോട്ടാലിറ്റിയിൽ ഇതൊരു അട്ടിമറിച്ചു അങ്ങനെയൊന്നും പറയാനുള്ളതല്ല. ഒറ്റ കാര്യം ഇവിടെ ഉണ്ട്, അതായത് ഈ ബാലൻഡിയോർ എന്നുള്ള സംഭവം തന്നെ ഇത്ര സംഭവമായത് ഈ ഒരു അടുത്തൊരു കാലങ്ങളിലാണ്. പ്രത്യേകിച്ച് ഈ മെസ്സി ക്രിസ്ത്യാനോ ബാലൻഡിയോർ ഫൈറ്റ് വന്നേരെയാണ് ഇത്ര ഒരു ഇതായത്. ഇപ്പോൾ എൻ്റെ തന്നെ എനിക്ക് പത്രപ്രായമൊന്നുമില്ല, എന്നാൽ പോലും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ പത്രത്തിലൊന്നും ബാലൻഡിയോർ നേടുന്നത് അത്ര വലിയൊരു വാർത്ത ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ബാലൻഡിയോർ ഒക്കെ ആകുമ്പോൾ എല്ലാവരും ലൈവ് കാണാൻ പോലും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഗ്ലാമർ കൂടി അത് ഈ മെസ്സി ക്രിസ്ത്യാനോ സ്വാധീനം അതിൽ ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാലൻഡിയോറിൻ്റെ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഹാരി കെയിൻ്റെ പേര് പലയിടത്തും 1-ാം സ്ഥാനത്ത് കാണുന്നുണ്ട്. അതിപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഇവൻറ്റ്സ് മാറുമ്പോഴും പലരുടെ പേര് മാറി മാറി വരുന്നുണ്ട്. എന്താണ് നൂറുടെ ഒരു പ്രഡിക്ഷൻ? ആരിലേക്കൊക്കെ ചുരുങ്ങാനാണ് സാധ്യത? ടോപ്പ് 3 ആയിട്ട് ഇപ്പോഴത്തെ നിലവിൽ എല്ലാ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ഒരു ടോപ്പ് 3 പറയാൻ പറഞ്ഞാൽ ആരൊക്കെ പറയേണ്ടി വരും? എനിക്ക് തോന്നുന്നു ടോപ്പ് 3 ടോപ്പ് 4 അറിയാം. ടോപ്പ് 4 നോക്കുമ്പോൾ ഞാൻ കാണുന്ന 4 പ്ലേയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് യമാലുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹാരി കെയിൻ ഉണ്ട്, റോഡ്രി ഉണ്ട്, മെസ്സി ഉണ്ട്. ഔട്ട്സൈഡ് യൂറോപ്പ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സ്പെക്റ്റീവിൽ ലമീൻ യമാലിന് കിട്ടും എന്നുള്ളൊരു കിട്ടും എന്നുള്ളതല്ല, ടോപ്പ് കണ്ടൻറ്ററായിട്ട് നിൽക്കുന്ന യമാലാണ്. ഇപ്പോൾ പറഞ്ഞത് ഈ ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ ടീം പെർഫോമൻസും പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഒരു ഫെയർ പ്ലേ എന്നുള്ള കാര്യങ്ങളും, ഈ 3 കാര്യത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഈക്വൽ ബാലൻസ് ലമീൻ യമാലിനുണ്ട്. ആളെ ക്ലബിലെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. ഏകദേശം എനിക്കൊന്ന് 16ഓളം ഗോൾസും 11 അസിസ്റ്റും ലമീൻ യമാൽ നേടിയിട്ടുണ്ട്, എൻ്റെ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ടീമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അതായത് യമാലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ ആ ഒരു സാധനം ആടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ലെറ്റ്സ് സേ ലൈക്ക് യമാലൊരു ആവറേജ് അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്നൊരു ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സിനെ പോലത്തെ ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ആളുടെ കോൺട്രിബ്യൂഷൻ അവിടെ വലുത് തന്നെയായിരുന്നു. കാരണം ആളെ റൈറ്റ് ഫ്ലാങ്കിൽ ഉണ്ടായതുകൊണ്ടാണ് പല ടൈമിലും സ്പെയിന് ലെഫ്റ്റ് ഫ്ലാങ്കിൽ മുന്നേറ്റങ്ങൾ നടത്താനും ആ ഒരു സ്പേസും വിടുത്തും ആൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് പല ഗോളുകളും, ഈവൻ സ്പെയിൻ അടിച്ച ഗോൾ പോലും അതിൽ യമാലിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യമാൽ ഒരിക്കലും ഇതിന് കണ്ടൻറ്റർ അല്ല എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഫെയർ പ്ലേൻ്റെ കാര്യത്തിലും ആൾ ചെയ്യുന്ന ഫൗളുകളും അല്ലെങ്കിൽ ആൾ എങ്ങനെയാണ് ഇപ്പം ഫീൽഡിന് പുറത്തും കാര്യങ്ങളും പെരുമാറുന്നത് എന്നുള്ളത് വലിയൊരു ചേഞ്ച് യമാലിന് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആ റയൽ മാഡ്രിഡിനെതിരെയുള്ള മാച്ചിൽ അന്നൊക്കെ ഭയങ്കര, അതായത് ഒരു ഇമോഷണൽ കൺട്രോളൊന്നും ഇല്ലാത്തൊരു പ്ലെയർ പിന്നീട് വന്നപ്പം എത്രത്തോളം ചേഞ്ച്, ആ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ചിൽ റൊണാൾഡോയെ പോയി ഹഗ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് യമാൽ മാറിയിട്ടുണ്ട്. അപ്പോൾ യമാൽ എന്തുകൊണ്ടും നല്ലൊരു കണ്ടൻറ്റർ തന്നെയാണ്. കഴിഞ്ഞ ബാലൻഡിയോറിൽ യമാൽ എന്തുകൊണ്ട് സെക്കൻഡ് പ്ലേസ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ബാലൻഡിയോർ വരുമ്പം എന്തുകൊണ്ട് യമാൽ ഒരു ടോപ്പ് 3 വന്നിട്ടില്ല എന്നുള്ള ചോദ്യമായിരിക്കും ആളെ അടിയിലോട്ട് തള്ളിയാൽ വരാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെസ്സി റോഡ്രി എന്നുള്ള 2 എലമെൻറ്റ്സ് ആണ്. അതിപ്പോൾ റോഡ്രിൻ്റെ ഇതാണ്, അന്നും വിനീഷ്യസ് ജൂനിയർ റോഡ്രി എന്നുള്ള ആ ഒരു ബാലൻഡിയോർ ഫൈറ്റ് ഉണ്ടായപ്പം എനിക്ക് അന്നും ഡിസേർവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് റോഡ്രി തന്നെ ആയിരുന്നു. കാരണം പലപ്പോഴും ആളുകൾ ആ ഡിഫെൻസീവ് സൈഡിലുള്ള കോൺട്രിബ്യൂഷൻ കാണുന്നില്ല. അതായത് ഇപ്പോൾ പലരും ചോദിക്കുന്നതാണ് മെസ്സിക്ക് എന്തുകൊണ്ട് ബാലൻഡിയോർ കൊടുത്തില്ല, മെസ്സി ആണല്ലോ ഗോളും അസിസ്റ്റും നേടിയതെന്നുള്ളത്. പക്ഷേ ഈ ഗോളും അസിസ്റ്റും നേടുന്നതിൻ്റെ മുമ്പുള്ളൊരു ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ റോഡ്രി എത്രത്തോളം തിളങ്ങുന്നുണ്ട് ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് നോക്കിയാലും നമുക്കറിയാം. അപ്പോൾ ആ ഒരു എലമെൻറ്റ് നോക്കുമ്പം റോഡ്രി ഈസ് ഓൾസോ കണ്ടൻറ്റർ ഫോർ ബാലൻഡിയോർ. കാരണം സ്പെയിൻ്റെ കൂടെ വേൾഡ് കപ്പ് നേടിയപ്പോൾ വലിയ പങ്ക്, ആ ഒരു കോൺട്രിബ്യൂഷൻ വഹിച്ചത് റോഡ്രിയാണ്. പക്ഷേ മെസ്സി ഇതൊക്കെ മാറ്റിയിട്ട് എന്തുകൊണ്ട് മെസ്സിക്ക് കൊടുക്കണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സഫാൻക്ക് നേരത്തെ പറഞ്ഞത് ഔട്ട്സൈഡ് യൂറോപ്പ് ആകെ ജോർജ് വേക്ക് മാത്രമാണ്. 2023 ബാലൻഡിയോർ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് PSG പ്ലസ് ഒരു വേൾഡ് കപ്പ് പെർഫോമൻസ് കണ്ടിട്ടാണ് മെസ്സി കൊടുത്തത്. അപ്പോൾ ഇന്റർ മിയാമിയിൽ കളിക്കുന്ന മെസ്സിക്ക് വേൾഡ് കപ്പ് ബാലൻഡിയോർ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെസ്സിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ്രി മെസ്സി എന്നുള്ളൊരു കമ്പാരിസൺ വരുമ്പം റോഡ്രി പലപ്പോഴും ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് ഒരു ടീം കോൺട്രിബ്യൂഷൻ റോഡ്രിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീന എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ഔട്ട്സൈഡ് ദ ഫീൽഡ് മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പല മൂമെൻറ്റ്സിലും ഇറ്റ് വാസ് മെസ്സി.
മെസ്സി ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു മാജിക്കൽ മൂമെൻറ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഒരു പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്തു പോകേണ്ട ഒരു ടീമായിരുന്നു അർജൻറ്റീന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇത്രയും ഏജ്ഡ് ആയിട്ട് ഒരു പ്ലെയറിന് ഈ ഒരു മൊത്തം അർജൻറ്റീനൻ ടീമിനെ ഷോൾഡറിൽ ഏറ്റി ഫൈനൽ വരെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആളുടെ കയ്യിൽ സ്പെഷ്യലായിട്ടൊരു സംഭവമുണ്ട്. പിന്നെ MLS നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് സീസണുകളായിട്ട് ടോപ്പ് സ്കോറാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഒരു ടോപ്പ് 5 ടോപ്പ് സ്കോറേഴ്സിൽ ആളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്റർ മിയാമിക്ക് MLS ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് മെസ്സി ഈസ് ഓൾസോ എ ഗുഡ് കണ്ടൻഡർ ഫോർ ദിസ്. പിന്നെ ഹാരി കെയിൻ്റെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആളുടെ ഈ പറഞ്ഞ പോലെ ഈ ഫെയർ പ്ലേ, പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ അറൗണ്ട് 61 ഗോൾസ് ആൾ നേടിയിട്ടുണ്ട്. പക്ഷേ ആളുടെ ഒരു കൺസേൺ വരുന്നത് ബലൻഡിയർ കൊടുക്കുന്ന കാര്യത്തിൽ ഈ വേൾഡ് കപ്പിലെ പെർഫോമൻസ് ആണ്. വേൾഡ് കപ്പിൽ 8 ഗോളുകളും നേടിയിട്ടുണ്ട്. പിന്നെ സെമി ഫൈനൽ വരെ ആസ് എ ക്യാപ്റ്റൻ ആൾ എത്തിച്ചു. പക്ഷേ പോകെ നമുക്ക് ആ ഒരു സെമി ഫൈനലൊക്കെ പ്രത്യേകിച്ച് ആളുടെ പെർഫോമൻസ് ഭയങ്കര ഡിറ്റോറേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഔട്ട്സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആളുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഹാരി കെയിൻ ഇസ് എ ബലൻഡിയർ കണ്ടൻറ്റ്. പക്ഷേ ഇങ്ങനത്തെ ചില എലമെൻറ്റ്സ് ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രം മൈ സൈഡ് ഇറ്റ്സ് യമാൽ. ഇപ്പോൾ ഈ പറഞ്ഞ പ്ലെയേഴ്സിൻ്റെ പുറമെ ആ ലിസ്റ്റിലുള്ളൊക്കെ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ ഒന്ന് ഒലീസാണ്. കാരണം ഒലീസെ ഫ്രാൻസിൻ്റെ ഈ ഒരു റണ്ണിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹാരി കെയിൻ ഈ ലിസ്റ്റിൽ മുന്നോട്ടേക്ക് വരാനുള്ള കാരണം ബയൺ മ്യൂണിക്ക് നടത്തിയൊരു റണ്ണാണ്. അതിലും ഒലീസയുടെ റോൾ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾക്ക് ഡാറ്റ വൈസ് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അതിന് പുറമെ പിന്നെ ഡെംബലെ പോലുള്ള താരങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഗോൾ സ്കോറിംഗ് വെച്ചിട്ടാണെങ്കിൽ എംബാപ്പയൊക്കെ ഉണ്ട്. ക്ലബിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ പോലെ ക്ലബിൻ്റെ കൂടെ അച്ചീവ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളൂ. പക്ഷേ നാഷണൽ ടീമിൻ്റെ കൂടെ നല്ലൊരു രീതിക്കുള്ള റണ്ണായാൽ നടത്തി. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന നിലക്കും ഒരു ഫെയർ പ്ലേ നിലക്കൊക്കെ ആൾക്കും പോസിറ്റീവ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സഫാൻകയുടെ ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 5 ആരൊക്കെ ആയിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് 3 ഒന്ന് ഹാരി കെയിൻ, ലെമിൻ യമാൽ, റോഡ്രി. ഈ 3 ഏറ്റവും സാധ്യത. തൊട്ട് പിന്നിൽ എംബാപ്പെ, ലയണൽ മെസ്സി, ഒലീസെ, അങ്ങനെ നീണ്ട നേരെ വരാം. അതിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ വർഷത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗ് എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. സാധാരണ ഒരാൾ ഏറെക്കുറെ ഉറപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡെംബലക്കായിരുന്നു എന്ന് വലിയ സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 90% ഉറപ്പായിരുന്നു. അതിനു മുമ്പ് 2 പേരായിരുന്നു മത്സരം, റോഡ്രി, വിനീഷ്യസ് എന്നുള്ളതായിരുന്നു മത്സരം. ഈ വർഷം പക്ഷേ നമുക്ക് ഒരാളോ 2 പറയാൻ പറ്റാത്തതാണ്. കാരണം ക്ലബിൽ ഫോമായവർ ഇൻ്റർനാഷണലി ഫോമായില്ല, ഇൻ്റർനാഷണലി നന്നായി കളിച്ച പലരും ക്ലബ്ബ് ഫോമായില്ല, ഇൻ്റർനാഷണലിയും ക്ലബിലും കളിച്ചവർക്ക് കപ്പും കിട്ടിയില്ല. അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഹാരി കെയിൻ്റെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ ഹാരി കെയിൻ ഈസ് 2ലും പെർഫോം ചെയ്ത ഒരാളാണ്. കാരണം ക്ലബിൽ അതിഗംഭീരമായി പെർഫോം ചെയ്തു. 61 ഗോളും ഈ ടീമിനായി അടിച്ച് ഇംഗ്ലണ്ടിനായി 10 ഗോളും കണ്ട് അടിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് മാത്രമല്ല അല്ലാതെയും 71 ഗോൾ നേടിയിട്ട് ഒരാൾക്ക് കിട്ടില്ല എന്നുള്ള സങ്കടമാണ്. പക്ഷേ ഹാരി കെയിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗും കിട്ടിയില്ല, വേൾഡ് കപ്പും കിട്ടിയില്ല എന്നുള്ളത്. ചാമ്പ്യൻസ് ലീഗ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചാൻസ് ഉണ്ടായിരുന്നു. അത് ഹാരി കെയിൻ തന്നെ നവംബറിൽ അങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിനി എത്ര ഗോൾ അടിച്ചാലും എൻ്റെ ടീമിന് ചാമ്പ്യൻസ് ലീഗോ വേൾഡ് കപ്പ് അടിക്കാതെ ബലൻഡിയോർ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹാരി കെയിൻ ഈസ് എ സ്ട്രോങ് കണ്ടൻഡർ. പിന്നെ നന്നായി PR വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് മീഡിയാസ് കിട്ടുകയാണെങ്കിൽ 2001 മൈക്കലോവിന് കിട്ടിയതിന് ശേഷം കിട്ടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് പ്ലെയർ ആയിരുന്നു. പിന്നെ ലെമിൻ യമാലാണ്. ലെമിൻ യമാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റേതായൊരു ഫ്ലോയിൽ കളിക്കാത്തൊരു ഇയറാണിത്. അത് സ്പെയിനിലാണെങ്കിലും ബാഴ്സയിലാണെങ്കിലും. ബാഴ്സയിൽ കഴിഞ്ഞ സീസൺ ഫാർ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. ഈ സീസണല്ല, തൊട്ട് മുമ്പുള്ള നമുക്കറിയാലോ ചാമ്പ്യൻസ് ലീഗ് നന്നായി കളിച്ചിരുന്നു. എൽ ക്ലാസിക്കോ ഒക്കെ റയലിൽ തൂക്കി അടിച്ച ആളാണ്. പക്ഷേ ഈ സീസൺ ഒരു മിക്സഡ് ആയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇഞ്ചുറി കാരണം അയാൾക്ക് ഒരുപാട് മത്സരങ്ങൾ പോയി. എന്നാലും മോശമല്ല, 20-ലേറെ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. വേൾഡ് കപ്പിലും നേരത്തെ പറഞ്ഞ പോലെ ഗോളും അസിസ്റ്റും ഇല്ലെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2ലും യമാലിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് എത്തിയില്ല. പക്ഷേങ്കിലും ഞാൻ മുമ്പ് ക്രിക്കറ്റിൽ ജസ്പ്രീത് ബുംറയെ കുറിച്ച് പറഞ്ഞതാണ്, ഈ ബുംറ ഫോമിലല്ലെങ്കിലും ഒരു ഫോമാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ റേഞ്ച് വരുന്ന തന്നെ നിൽക്കുന്നു. അതുപോലെയാണ് യമാലിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ റോഡ്രിക്ക് സ്റ്റിൽ വൺ ഓഫ് ബിഗ് ചാൻസ് ഉണ്ട്. കാരണം ഒരു ഇതിലെ ഏറ്റവും വലിയ ഇവൻറ്റ് വേൾഡ് കപ്പാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ വിന്നർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പല ചോദ്യങ്ങളും ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം മെസ്സിക്ക് കൊടുത്തില്ല എന്നുള്ള ചോദ്യമൊക്കെ വരും. കാരണം അന്ന് മെസ്സിക്ക് ക്ലബ് സീസൺ ഇല്ല. റോഡ്രിയും ഏകദേശം സെയിം സിറ്റുവേഷനാണ്. അയാളൊരു വലിയ ഇഞ്ചുറി പറ്റി, ഐസറിനെതിരെയുള്ള മത്സരത്തിൽ ഇഞ്ചുറി പറ്റിയിട്ട് പിന്നെ കുറേ കാലം പുറത്തിരുന്നു. സിറ്റിക്ക് ഒരു അവിഭാജ്യ ഘടകം അല്ലായിരുന്നു സത്യത്തിൽ ഈ സീസണിൽ. മാത്രമല്ല സിറ്റി പ്രീമിയർ ലീഗ് അടിക്കാത്ത ഒരു സീസണും കൂടിയാണ്. അപ്പോൾ റോഡ്രിക്കും പക്ഷേ ടോപ്പ് 3യിൽ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഗോൾഡൻ ബോൾ വിന്നർ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ മെസ്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി വേൾഡ് കപ്പ് അടിച്ചിരുന്നെങ്കിൽ ഷുവർ ബാലൻഡിയോർ ആയിരുന്നു. പക്ഷെ അടിക്കാത്തതുകൊണ്ട് ഞാൻ ചാൻസ് കാണുന്നില്ല. പക്ഷേ ടോപ്പ് 5ൽ മെസ്സി വന്നു എന്നുള്ള തന്നെ ഒരു സംഭവമാണ് ഈ പ്രായത്തിൽ. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 2024 ബാലൻഡിയോറിൻ്റെ ടോപ്പ് 30 ലിസ്റ്റ് വന്നല്ലോ, 30 ലിസ്റ്റ് വന്നപ്പോൾ അതിൽ മെസ്സിയും CR7 ഇല്ലായിരുന്നു.
നമ്മുടെ കവിതയൊക്കെ ഇതിൻ്റെ നിന്ന് ഒരു യുഗം അവസാനിച്ചു എന്നൊക്കെ. പക്ഷേ മെസ്സി വീണ്ടും തിരിച്ചു ടോപ്പ് 5 വന്നു എന്നുള്ളതാണ്. പക്ഷേ മെസ്സിക്ക് വോട്ടിങ്ങിൽ നല്ല ഒരു ഫേവർ കിട്ടും. എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ഒരു ഇൻ്റർ മിയാമിയുടെ ഇതൊന്നും ഇപ്പോൾ എത്രത്തോളം പരിഗണിക്കുന്നില്ല. കാരണം പൊതുവേ യൂറോപ്യൻസ് ഇൻ്റർ മിയാമിയുടെ ആ ഒരു ലീഗിൻ്റെ തന്നെ ക്വാളിറ്റി എപ്പോഴും പരിഹസിക്കുന്നതാണ്. അപ്പോൾ അത് വോട്ടിങ്ങിൽ എത്രത്തോളം ഉണ്ടാകുന്ന കാണണം. പിന്നെ ക്ലബിലും ഇൻ്റർനാഷണലി നന്നായി കളിച്ച ഒരാൾ എംബാപ്പയാണ്. ശരിക്ക് റയലിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുണ്ടെങ്കിൽ പോലും എംബാപ്പെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു. നന്നായി ഗോള് സ്കോർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. 25 ഗോൾസ് ലാ ലീഗ അല്ല, 3 ഗോൾഡൻ ബൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗയിലായാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും വേൾഡ് കപ്പിലും ഗോൾഡൻ ബൂട്ടാണ്. അതെ, ഏതെങ്കിലും ഒരു ട്രോഫിയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു നല്ലൊരു ക്ലിയർ ചാൻസ് ഉള്ള ഒരാൾ സ്റ്റിൽ ഡെംബലെയാണ്. കാരണം UCL വിന്നറാണ്. പക്ഷേ വേൾഡ് കപ്പിൽ എംബലെ വിചാരിച്ച രീതിയിൽ ഉയർന്നില്ല. എന്നാൽ പോലും 2-3 മത്സരങ്ങളൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട്. സ്കോർ ചെയ്തു. ഒരു ടോപ്പ് 6 ഇവർ തന്നെയായിരിക്കും. പിന്നെ ഈ UCL നന്നായി കളിച്ച ഒരാളായിരുന്നു മറ്റേ കെർസ്കേലിയ. അയാൾ വേൾഡ് കപ്പിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ടോപ്പ് 2 വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അയാൾ വേൾഡ് കപ്പിൽ കളിച്ചതേ ഇല്ല എന്നുള്ളതാണ്. ഒലീസയും ഏറെക്കുറെയാണ്. ഒലീസക്ക് ഞങ്ങൾക്ക് വിചാരിക്കുന്നില്ല. കാരണം അതിനേക്കാൾ ചാൻസ് ഉണ്ട് ഹാരി കെയ്ന്. കാരണം വേൾഡ് കപ്പിലും പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്, ബയളിലും പെർഫോമൻസ് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒലീസ് എന്തായാലും ഹാരി കെയ്ൻ്റെ അത്ര ചാൻസ് ഇല്ല. അപ്പോൾ ഒരു ടോട്ടൽ സാധ്യത എങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണം ഉണ്ട്. അതായത് ഈ ഫിഫയും ബാലൻഡിയോറും ഒക്കെ മെസ്സിക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്ന ഒരു പുതിയ ടെംപ്ലേറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത് നമ്മൾ ഈ ഫാബ്രിസോ റൊമാനാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലൊക്കെ പ്രശസ്തനായ ഒരു അവസാന വാക്ക് എന്നുള്ളത്. പുള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടു, ബാലൻഡിയോർ അടിക്കണമെങ്കിൽ യൂറോപ്പിൽ കളിക്കണമെന്നില്ല എന്നുള്ളത്. അപ്പോൾ ആളുകൾ കരുതി മെസ്സിക്ക് വേണ്ടി ഇൻ്റർ മിയാമിക്ക് വേണ്ടിയിട്ട് റൂൾസ് മാറ്റി എന്നുള്ളത്. പക്ഷേ ഇത് 2007 മാറ്റിയ നിയമമാണ്. ആളതൊന്ന് കോട്ട് ചെയ്തപ്പോഴേക്ക് ആളുകൾ പറഞ്ഞു ഇത് മെസ്സിക്ക് വേണ്ടിയിട്ട് റിഗ് ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ ഈ 2007 ശേഷം ദ്രോഗ്ബയൊക്കെ ലിസ്റ്റിൽ വന്നതാണ്, നെയ്മർ ലിസ്റ്റിൽ വന്നതാണ്. അന്നൊന്നും അവർ യൂറോപ്പിലല്ല കളിക്കുന്നത്. അപ്പോൾ ഈ നിയമം മാറിയതൊന്നും ആളുകൾ അറിയുന്നില്ല. ഒരു എപ്പോഴും നമ്മളറിയില്ല, ഒരു ഹേറ്റഡ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ബേസിക്കലി ലിസ്റ്റിലും ഉള്ളത് പ്രധാനമായിട്ട് കാണുന്നത് ഇത് ഹാരി കെയ്നാണ്. കാരണം വേൾഡ് കപ്പ് സെമി ഫൈനൽ വരെയുള്ള ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ റണ്ണ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാരി കെയ്ൻ തന്നെയായിരുന്നു ഒരു ടീമിൻ്റെ ഒരു ഹാഫ് വേ സ്കോർ ചെയ്തത്. പിന്നെ ക്ലബിൻ്റെ കൂടെ ബുണ്ടസ് ലീഗ് അടക്കമുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗിലും ഒരു നല്ല റണ്ണ് നടത്തിയൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഈ 3 എലമെൻറ്റ്സ് പരിഗണിക്കുകയാണെങ്കിലും ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ട്, ക്ലബിൻ്റെ കൂടെ അല്ലെങ്കിൽ ടീം പെർഫോമൻസ് ഉണ്ട്, ആൻഡ് ഡിസിപ്ലിൻ. ഹാരി കെയ്ൻ അത്ര വലിയ ഒരു മര്യാദക്കാരനല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഈ 3 പരിഗണിക്കുകയാണെങ്കിലും ഹാരി കെയ്ൻ ഈസ് നമ്പർ 1 കാൻഡിഡേറ്റ്. 2 റോഡ്രിയാണ്. റോഡ്രിക്ക് നാഷണൽ ടീമിൻ്റെ കൂടെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ക്ലബ്ബിൽ കാര്യമായിട്ടില്ല. അപ്പോൾ അതൊരു ടൈറ്റിൽ നമ്മളൊരു അച്ചീവ്മെൻറ്റ് പരിഗണിക്കുമ്പോൾ ഒരു ഈക്വൽ ബാലൻസ് ആണ് ഹാരി കെയ്നും റോഡ്രിയും തമ്മിലുള്ളത്. ഒരാൾക്ക് ക്ലബ്ബിലാണ്, ഒരാൾക്ക് നാഷണൽ ടീമിലാണ്. ഇയാൾക്കൊരു ബോണസ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾഡൻ ബോൾ എന്നുള്ളതാണ്. ഒരു ബെസ്റ്റ് പ്ലെയർ ഫസ്റ്റ് ചാൻസ് കൊടുക്കുന്നത് ഈ ഒരു ഞാൻ പറഞ്ഞൊരു ടോപ്പ് 3 എന്ന ഇന്ന ഓർഡർ അല്ല, ഈ 3 ആളുകൾക്കിടയിലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഒരു നിർണായക റോള് റോഡ്രിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല, നാഷണൽ ടീമിൻ്റെ കൂടെ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു പരിഗണനാ പാത്രമായേക്കാം. 3 യമാലാണ്. യമാൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ പെർഫോമൻസ് ലോകകപ്പിൽ ഒരുപാടുണ്ട്. ഇപ്പം 2 മാൻ ഓഫ് ദ മാച്ച് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പെർഫോമൻസ് കൂടി പരിഗണിക്കപ്പെടുകയാണെങ്കിൽ യമാൽ ഒരു പക്ഷേ സാധ്യത കുറഞ്ഞേക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം യമാലിൽ പരിഗണിക്കാതെ ഇരുന്നപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നു ഒരു യങ്ങസ്റ്റ് ബാലൻഡിയോർ വിന്നർ ആവാൻ ഇനിയും സാധ്യത ഉണ്ട്, അടുത്ത വർഷം വരാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നൊരു ടോപ്പ് 3 വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വിന്നിംഗ് പ്രയോറിറ്റി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഈ സർക്കിൾ ഏറ്റവും ലാസ്റ്റ് ഇവന്റ് ആണ് വേൾഡ് കപ്പ്. ഇനി ആളുകൾക്ക് ഇതിനെ മേലെ അച്ചീവ് ചെയ്യാനില്ല. പിന്നെ ആളുകളുടെ വോട്ടിങ്ങിൽ സൈക്കോളജി അത് നന്നായിട്ട് ബാധിക്കും. കാരണം വേൾഡ് കപ്പ് ആയിരിക്കും ഫസ്റ്റ് മെമ്മറി. ഇത് മനുഷ്യന്മാർ വോട്ട് ചെയ്യുന്ന സാധനമാണല്ലോ, അല്ലാതെ മെഷീൻ എന്തോ ടോട്ടൽ ഒരു വർഷത്തെ ഡാറ്റ ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ മനുഷ്യന്മാരുടെ വോട്ടിൽ സ്വാഭാവികമായിട്ടും റോഡ്രിക്ക് ഒരു എഡിജ് ഉണ്ടാകും. ഞാൻ ഫസ്റ്റ് ചാൻസ് കൊടുക്കും. ഈ ചാമ്പ്യൻസ് ലീഗ് അടിച്ചവർക്ക് സാധാരണ എല്ലാ വർഷവും ഒരു പ്രയോറിറ്റി വരും. ഇപ്പം 2018 മോഡ്രിച്ചിനെ പരിഗണിച്ചപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു, ആള് വേൾഡ് കപ്പ് ഗോൾഡൻ ബോളും നേടി ചാമ്പ്യൻസ് ലീഗും വിജയിച്ചു ഒരുമിച്ച് വരും. പക്ഷേ ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് അടിച്ച ടീമിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീമിൽ പ്രധാന പ്ലേയേഴ്സ് നമ്മൾ എടുത്ത് നോക്കാം. ഒന്ന് ഡെംബലെയാണ്. ഡെംബലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുടെ ഒരു ഭയങ്കര ഇൻഡിവിജ്വലി ഒരു ബെസ്റ്റ് വേൾഡ് കപ്പായിട്ട് അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രഞ്ച് പ്ലെയർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെംബലെ അല്ല. അതുകൊണ്ട് തന്നെ ഡെംബലേൻ്റെ ഒരു ചാൻസ് ഡിപ്പാണ്. പിന്നുള്ളത് വിറ്റീന്യ, ജാവനോവസ് പോലുള്ള താരങ്ങളായിരുന്നു ക്ലബിൻ്റെ നിർണായക റോൾ വഹിച്ചവർ. അവർക്ക് വേൾഡ് കപ്പിൽ 0 ആണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വേൾഡ് കപ്പായി മാറിയെന്നുള്ള. പോർച്ചുഗലിൻ്റെ 3 പ്ലേയേഴ്സ് ശരിക്കും ബാലൻഡോർ ലിസ്റ്റിൽ ഉണ്ടാവേണ്ടായിരുന്നു. വേൾഡ് കപ്പ് വളരെ ശോകം കളിച്ചാണ്. വിറ്റീന്യ, ജാവനോവസ്, ബ്രൂണോ ഫെർണാണ്ടസ്. സെമിയെങ്കിലും കളിച്ചിരുന്നെങ്കിൽ ഇവരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് EPL ഗംഭീര ഫോമിൽ വന്നാണ്. മറ്റുള്ളവരും ചാമ്പ്യൻസ് ലീഗും പിന്നെ ഫ്രഞ്ച് ലീഗും കളിച്ചാണല്ലോ. അപ്പോൾ പോർച്ചുഗലിൻ്റെ ആരും ഇല്ലാതെ പോയി. നമ്മൾ ഈ മെസ്സിൻ്റെ ചാൻസസ് ബാക്കോട്ടേക്ക് പറയുമ്പോൾ ഇന്റർ മിയാമിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒരു പക്ഷേ ഈ ചെറിയ ടീമുകൾക്ക് അല്ലെങ്കിൽ സോ കോൾഡ് ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ ലിസ്റ്റിൽ, ഓലൊക്കെ ചിലപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് പരിഗണിച്ചേക്കാം. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ അർജന്റീന ടീം ഉണ്ടാക്കി വെച്ച
ഒരു ബാഡ് പെർഫോമൻസ് ഉണ്ട്, ഒരു ബാഡ് ഇമേജ് ഉണ്ട്. അതിപ്പോൾ നമുക്കറിയാം ഈജിപ്തിൻ്റെ ഒരു വോട്ട് ഒരിക്കലും ഇനി മെസ്സിക്കോ അർജന്റീനക്കോ അനുകൂലമായിട്ട് പോകാൻ, അർജന്റീൻ പ്ലെയേഴ്സിന് പോലും അനുകൂലമായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഇതുപോലെ വിവാദങ്ങളുണ്ടായ ഒരുപാട് മത്സരങ്ങളുണ്ടല്ലോ. ഈ മത്സരം ഇപ്പോൾ സ്പാനിഷ് മീഡിയയിൽ നിന്ന് ഈ നമ്മൾ പറഞ്ഞ 10 വോട്ടിൽ 1 വോട്ട് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അർജന്റീൻ താരത്തിനും കൊടുത്തെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ടീം ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായ ഒരു പെർഫോമൻസ് കാരണം ഒരു പക്ഷേ മെസ്സിക്കുള്ള വോട്ടിലൊരു ഡിപ്പ്, അത് മെസ്സി എന്നുള്ള താരത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിലും ഒരു ഡിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വോട്ടിങ്ങിൻ്റെ ക്രൈറ്റീരിയയിൽ മെസ്സിയുടെ പൊസിഷൻ മാറാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പ് 3യിലേക്ക് ഞാനും പേഴ്സണലി മെസ്സിയെ പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ മെസ്സി വരാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാൽ കൂടി ഒരു പക്ഷേ നമ്മൾ പറയില്ലേ മെസ്സിയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്നുള്ള രീതിയാണ്.